അങ്ങനെ പിന്നെ ഷിപ്പിലോട്ട് അല്ലേ അമ്മ? പട്ടിക്കുട്ടികളെ കളിപ്പിച്ചിട്ട് നേരെ പോയത് കൊച്ചിൻ എയർപോർട്ടിലോട്ടാണ്. കൊച്ചി അപ്പം തന്നെ എത്തി. നേരെ ഫ്ലൈറ്റിലോട്ട് അങ്ങോട്ട് ചാടിക്കേറി. ഫ്ലൈറ്റിൽ നോക്കിയപ്പോൾ എന്താ ഇവിടെ ഒന്ന് പുകക്കണ്, എന്താണെന്നറിയില്ല. പുറത്താട് നോക്കിയപ്പോൾ അപ്പം തന്നെ ഫ്ലൈറ്റ് കൊടുത്ത് നേരെ ചെന്ന് മുംബൈ എയർപോർട്ടിലോട്ട്. മുംബൈയിൽ ഇറങ്ങിയതും ലഗേജൊക്കെ അങ്ങോട്ട് ചെക്ക് ഇൻ ചെയ്ത് എക്സ്ട്രാ ലഗേജിന് കുറച്ച് ഫൈൻ അടക്കേണ്ടി വന്നു. അത് പിന്നെ കമ്പനി കൊടുത്തോളും, വലിയ കുഴപ്പമൊന്നുമില്ല. ഇവന് വിൻഡോ സീറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കാത്ത വാശി. നോക്കിയപ്പോൾ എന്താ വിൻഡോ സീറ്റിന് വിൻഡോയും ഇല്ല, എന്താണെന്നറിയില്ല. നമുക്കിതേ മുംബൈയിൽ നിന്ന് പോകേണ്ട ആംസ്റ്റർഡാമിലോട്ടാ. എവിടെ അതേ നിൽക്കാം, ആംസ്റ്റർഡാമിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് ഓർമ്മയുള്ളൂ. അപ്പോൾ തന്നെ പിന്നെ അടുത്ത ന്യൂയോർക്കിലോട്ടുള്ള ഫ്ലൈറ്റ് പിടിച്ച്. ഇപ്പം ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ TV മാത്രം വർക്ക് ചെയ്യാനുള്ള പാഞ്ചൊക്കെ. അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ന്യൂയോർക്ക് എത്തിയട്ടാ. പെട്ടെന്നെന്ന് പറഞ്ഞാൽ ഒരു 10 മണിക്കൂർ. അവിടെ എത്തിയത് എമിഗ്രേഷൻ കൊടുക്കാത്ത തിരക്ക്. പെട്ടെന്ന് പിന്നെ അടുത്ത ഫ്ലൈറ്റ് ചാടി കയറി. നോക്കിയപ്പോൾ ഒരു ചേട്ടനൊന്ന് വരക്കാം, നന്നായിട്ട് വരക്കുന്നുണ്ട്. നമുക്കിനി പോകേണ്ട ന്യൂയോർക്കിൽ നിന്ന് സാൻഡോ ഡൊമിനിക്കോ എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലോട്ടാണ് കേട്ടോ. ആ ഐലൻഡിൽ സാൻ ബെട്രോ എന്ന് പറഞ്ഞ പോട്ടുണ്ട്, അവിടെയാണ് ഷിപ്പ് കിടക്കണത്. ഇതാ ന്യൂയോർക്കിലെ പൊക്കത്തുള്ള വ്യൂ. എല്ലാ കെട്ടിട്ട് അടുക്കി പുറക്കി വെച്ചേക്കെ. പുറത്താട്ട് ഇറങ്ങിയപ്പോൾ ഒരു പട്ടിക്കുഞ്ഞിനെ കണ്ട്, നല്ല രസമുണ്ട്. അങ്ങ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ ബോർഡും പിടിച്ചോണ്ട് ഒരു ഏജന്റ് നിൽക്കണ്ടായി. അപ്പോൾ ഏജന്റിന്റെ വണ്ടി കയറിയിട്ട് നേരെ ഹോട്ടലിലോട്ടാണ് പോയത്. ഇനിയിപ്പോൾ ഷിപ്പിലോട്ടൊന്നും പോകണ്ട, ഇവിടെ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. ബെഡ് കണ്ടതും ചാടിക്കണം. അങ്ങനെ പിറ്റേ ദിവസമാണ് ഷിപ്പിലോട്ട് പോയത്. കിടക്കണം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഷിപ്പിലെത്തി. അപ്പൊ ഇനി പട്ടിപ്പണിയുടെ നാടുകൾ.